ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകൾ ഉൾപ്പെടുത്തി ടെസ്ല അവരുടെ ഏറ്റവും പുതിയ മോഡൽ വൈ ലോങ് വീൽ ബേസിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ മോഡൽ വൈ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്, കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകളുണ്ട്. അതൊക്കെ ചെക്കൗട്ട് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് മോഡൽ വൈ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു പരസ്പരം കണക്റ്റിംഗ് ആയിട്ടുള്ള DRL യൂണിറ്റ്, അതിൻ്റെ ഒരു ഭാഗം ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കിയാൽ വളരെ സ്ലീക്ക് ആൻഡ് സ്മോൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട്. ഫ്രണ്ട് മുഴുവൻ ആ ഒരു ക്ലോസ്ഡ് ലുക്ക് ഭയങ്കര രസമാണ്. ശരിക്കും പോർഷിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റൈലിലെ ക്യാമറ യൂണിറ്റ് ഇതാ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്, താഴ്ഭാഗത്ത്. അതുപോലെ തന്നെ ലിപ്പ് ഭാഗം കാണാൻ ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു എയർ വെന്റിന്റെ ഭാഗം പോലെ കാണാം. അത് എയറിനെ അങ്ങോട്ട് സക്ക് ചെയ്ത് കളയാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും ഈ ഒരു റെഡ് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യണം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഒഴുക്കൻ ഡിസൈൻ സ്റ്റൈൽ ഇവിടെ നമുക്ക് കാണാം. 19 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. ക്ലോസർ ആയിട്ടാണ് അതിനകത്ത് ടെസ്ലയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു വീൽ പാറ്റേൺ നല്ല രസമുണ്ടല്ലേ. ക്ലോസ് ആണെങ്കിലും ഒരു ഭംഗിയുണ്ട്. ഇതാണ് സൈഡ് വ്യൂ ക്യാമറ വരുന്നത്. ശരിക്കും ഓട്ടോ പൈലറ്റൊക്കെ ഇന്റർനാഷണലിലിട്ട് അവളെ നാട്ടിൽ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു ബ്ലാക്ക് എലമെന്റ് കാണാം. അത് ആക്ച്വലി ഇങ്ങോട്ട് കൂടി ഇങ്ങനെ കയറി നിൽക്കുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നോക്കിയാൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. ഇങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറെ കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ ജസ്റ്റ് ഇവിടെ നെക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഗ്ലാസ് ഭാഗം പോകും. ശ്രദ്ധിച്ചോ കേട്ടോ. ശരിക്കും അപ്പം അൺലോക്ക് ആവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വലിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ. സൈഡ് വ്യൂ മിറർ വിത്തൗട്ട് ഇൻഡിക്കേറ്റർ, വിത്തൗട്ട് ക്യാമറ. സൈഡിലേക്ക് വരുന്ന സമയത്തുള്ള മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീൽ ബേസ് ആണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം കുറച്ച് നീളം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം ഇതൊരു 6 സീറ്റർ ആണ്. അത് ഞാൻ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പറയാം. റിയറിലേക്ക് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. പിന്നെ അതുപോലെ ഹൈറ്റ് നോക്കിയാൽ ശരിക്കും എൻ്റെ ചെസ്റ്റ് വരെയുണ്ട്. ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റ് കാണാം. അതിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ ഒരു പരസ്പരം കണക്റ്റിംഗ് ലാമ്പ് ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ അകത്താണ് കണക്റ്റിംഗ് ലാമ്പ് വന്നേക്കുന്നത്. അവിടെ ടെസ്ല എന്ന് പറയുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊരു വെറൈറ്റി യൂണിറ്റ്. പിന്നെ ഇൻഡിക്കേറ്റർ ഇത് ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് വെരി നൈസ്. മോഡൽ വൈ അത് കഴിഞ്ഞിട്ട് 2 വൈൻ്റെ ഒരു എക്കോ പോലത്തെ ഒരു സാധനം കൊടുത്തേക്കണം. അങ്ങനെയാണ് എൻ്റെ ലെറ്ററിങ് വരുന്നത്. ഓൾ വീൽ ബേസിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ ഇവിടെയാണ്. അതിനടുത്ത് തന്നെയാണ് ക്യാമറ യൂണിറ്റ് വന്നുള്ളത്. ഇലക്ട്രിക്കലി കൺട്രോളബിൾ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നുള്ളത്. ഈ ബൂട്ട് സ്പേസ് ഇല്ല, ശരിക്കും ഇതിപ്പോൾ 3rd റോ ആക്റ്റീവ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഇത് ഏകദേശം 400 ലിറ്റർ ആണുള്ളത് എന്നുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തോട്ടാ വലിയ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ട്രോളി ബാഗ് ഉള്ളൂ. 2 ട്രോളി ബാഗും വേണമെങ്കിൽ നിഷ്പ്രയാസം ഇതിനകത്ത് വെക്കാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റോ ആണ് ഇതിനകത്ത്. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ക്ലോസിംഗ് അല്ലേ. ഈ സാധനത്തിൻ്റെ ഇവിടെ ശ്രദ്ധിച്ചോ ഒരു ബ്ലാക്ക് എലമെന്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഭാഗത്തുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് ആണ്, അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതിനകത്തുനിന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ മറ്റേത് ഇതിങ്ങനെ തള്ളി പിടിച്ച് നിൽക്കേണ്ടി വരും. ഹാൻഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ നമുക്ക് ധാരാളം ബട്ടണുകൾ കാണാം. ഇത് 3rd റോന്റെ ബട്ടണാണ്. ഓക്കെ, 3rd റോ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ആയിട്ട് വരും. യെസ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2nd റോയിനും ഫോൾഡ് ചെയ്യാം. 2 2nd റോയിനും നമുക്ക് ഫോൾഡ് ചെയ്യാം. നൈസ്. അത് ഫുള്ളി ഫോൾഡ് ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഓപ്പൺ ആക്കുകയും ചെയ്യാം. ഉണ്ടോ ഓപ്പണായി വരുന്ന. നൈസ് അല്ലേ, ഇൻട്രസ്റ്റിംഗ്. സോ ഇങ്ങനൊരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ ബാക്കിലിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2500 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മോഡൽ വൈനകത്ത് ബെഞ്ച് സീറ്റാണ്, കാരണം അതൊരു 5 സീറ്റർ ആയിരുന്നു. ഇതൊരു 6 സീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ സീറ്റ് അറേഞ്ച്മെന്റിലേക്ക് വരുന്ന സമയത്ത് സെന്റർ റോയിൽ കപ്പ് സീറ്റുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ആളുകൾ പറഞ്ഞിരുന്നത് ബാക്കിലത്തെ സീറ്റ് കുറച്ച് നാരോ ആണ് എന്നുള്ളതാണ്. ആ പ്രശ്നം ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. 2 കാര്യം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. റിക്ലൈനിങ് അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി പറ്റും. വെന്റിലേറ്റഡ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് സീറ്റിനകത്ത്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ആംബിയൻ ലൈറ്റിംഗ് നോക്കിയാൽ നൈസ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഈ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നൈസ് അല്ലേ. നോക്കിയാൽ ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത് ഈ ഒരു ഭാഗത്ത്. വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ വെച്ച് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ വെക്കാം. ബാക്കിൽ സീറ്റ് ഉണ്ട്, അതിലേക്കുള്ള പാസിങ് ഇതിലൂടെയാണ്. ആ സംഭവം എളുപ്പമാക്കാൻ ഇത് താഴ്ത്തി വെച്ചാൽ സഹായകരമാവും എന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ്. ഇനി ഇവിടെ നമുക്കൊരു ടച്ച് സ്ക്രീൻ എലമെന്റ് കാണാം. നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ ആണ്. നേരത്തെ ഇവിടെ ആക്ച്വലി AC വെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഇവിടെ നമുക്കൊരു ക്ലൈമറ്റ് കൺട്രോൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൂടിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും എന്നുള്ളതാണ്.
വോളിയം അപ്പ് ആൻഡ് ഡൗണും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ടച്ച് റെസ്പോൺസീവ് ആണ് ആക്ച്വലി. നൈസ്. ഇതാണ് AC വെൻറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. ലൈറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. ലെതർ സീറ്റുകളാണ് വന്നിട്ടുള്ളത്. ഈവൻ ഇൻക്ലൂഡിങ് തൈ സപ്പോർട്ട് ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ചെറിയൊരു ഈ ഒരു ഭാഗത ഓക്കെ എന്നുള്ള രൂപത്തിലാണ്. ഭയങ്കര പ്രീമിയം എന്നൊന്നും അതിനിപ്പം ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. ഹെഡ് റെസ്റ്റ് നല്ല രസമുണ്ട് കാണാൻ. അത് അഡ്ജസ്റ്റബിൾ അല്ല, അതിനകത്ത് ഫിക്സഡ് ആയിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. ധാരാളം സ്പേസ് ഉണ്ട്. ആക്ച്വലി ഇത് റൂഫാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അത് നമ്മൾ മോഡൽ വൈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ 15 വിരലിൻ്റെ ഹെഡ് റൂം ആക്ച്വലി എനിക്ക് ഇതിനകത്തുണ്ട്. ലെഗ് റൂമും ഒരു 5 വിരൽ ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. ഫയൽ പോക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ. ഇനി ഞാൻ തേർഡ് റോയിലേക്ക് പോവുകയാണ്. തേർഡ് റോയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ സീറ്റിനെ ഫോൾഡ് ചെയ്ത് കാണിക്കാം. 1 ടച്ച് ആണ്. ഓക്കെ, യെസ്, അത് ഫോൾഡ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി രസകരമായിട്ട് ഇത് കാണാൻ പറ്റും. യെസ്, ആക്ച്വലി ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് തേർഡ് റോയിലാണ്. ഇപ്പോൾ ഈ സീറ്റ് എൻ്റെ പൊസിഷനിലായതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാലൊക്കെ നിർത്തി വെച്ചിരിക്കാം. ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് നൈസ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് ഭാഗത്തായിട്ട്. ഈ ബട്ടൺ വെച്ചിട്ട് നമുക്കിത് റിക്ലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സീറ്റുകളെ, അതായത് ബാക്കത്തെ സീറ്റിനെ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് AC വെന്റ് ഉണ്ട്. അപ്പോൾ റിയർ പാസഞ്ചറിനും കംഫർട്ടബിൾ ആണ്. ഇനി ഞാൻ അകത്തേക്ക് പോവുകയാണ്. അകത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറികൾ സംസാരിക്കാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഇതുപോലത്തെ ഒരു പ്രീമിയം വാഹനത്തിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഇൻവോൾവ് 1ൻ്റെ എയർ ഫ്രാഗ്രൻറ്റ്. ഇത് സിട്രസ് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റ് ആണ്. കുറച്ചൊരു ലെമനേഡ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ആൾക്കാർ വാങ്ങി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇപ്പോൾ നിലവിൽ ഇത് ബ്ലിങ്കിറ്റിലും ദുബായിലൊക്കെ ആണെങ്കിൽ ആമസോണിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ അവിടെയൊക്കെ വാങ്ങാം. പെട്ടെന്ന് വേണ്ടവർക്ക് ബ്ലിങ്കിറ്റിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. സോ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ അകത്തേക്ക്, അതായത് ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ടെസ്ലയിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മിനിമൽ ഇൻറ്റീരിയർ ആണ്. മിനിമൽ എന്ന് പറഞ്ഞാൽ വെരി 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 മിനിമൽ. അതായത് കാര്യമായിട്ട് ബട്ടൺസോ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു ടച്ച് സ്ക്രീനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതിന് മുമ്പ് ഡോർ സൈഡ് ഒന്ന് കാണിക്കാം. ഇതേപോലെ തന്നെയാണ് ബാക്കിലത്തെ ഡോർ സൈഡും വരുന്നത്. ഇവിടെ നമുക്കൊരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തേക്കണത്. ഇത് നമ്മുടെ അൽക്കണ്ടാര മെറ്റീരിയൽ, ലെതർ, ഇതൊക്കെ ലെതർ റാപ്പിഡാണ്. സോ ഭയങ്കര പ്രീമിയം ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മിററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഡോർ ഹാൻഡിൽ ആക്ച്വലി ഇതാണ്. ഓൺ മീൻസ് ഡോർ ഓപ്പണിങ് ക്ലോസിങ്. അതൊരു ജസ്റ്റ് ടച്ച്, അപ്പോൾ ടച്ച് നെക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആവും. പിന്നെ അങ്ങ് പുഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള വിധത്തിലാണ്. ഫ്രെയിംലെസ് ഡോറുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സീറ്റ് ലെതറാണ് ഞാൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ചെറിയൊരു തൈ സപ്പോർട്ട് ഇഷ്യൂസ് എനിക്കിവിടെ ഫ്രണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഗെയിമും കളിക്കാം. ഈ ബട്ടൺസ് ഒക്കെ മൾട്ടി ഫംഗ്ഷനിങ് ആണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. എല്ലാ കൺട്രോളുകളും ഈ ഒരു ടച്ച് സ്ക്രീനിനകത്താണ്. അതിനിപ്പോൾ ഇൻഫോ പർപ്പസിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ AC-ൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഇത് നോക്കിയാൽ ഇവിടെ വയ്ക്കിയാൽ മതി. ക്ലൈമറ്റ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കിയാൽ ഇങ്ങനെയാണ്. നൈസ് അല്ലേ? അതുപോലെ വെന്റിലേഷൻ്റെ ഓപ്ഷൻ, സീറ്റിൻ്റെ കൺട്രോൾഡ് ഓപ്ഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യം. ഇപ്പോൾ മിഡിലത്തെ AC വെൻ്റ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. റിയർ AC വെൻറ്റിൻ്റെ പൊസിഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിയർ ഫാൻ ഓഫ് ഓൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വെന്റിലേറ്റഡ് സീറ്റ്, ഹീറ്റിംഗ്, അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ അതിൻ്റെ താഴ്ഭാഗത്ത് കിട്ടും. ഇങ്ങനത്തെ എല്ലാ കൺട്രോളുകളും ഇതിനകത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. മിററിൻ്റെ ഫോൾഡിങ്, വിൻഡോ ലോക്ക്, അതുപോലെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ്. വെഹിക്കിൾ ഡൈനാമിക്സ്, ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജ്, സെൽഫ് ഡ്രൈവിംഗ് ഓപ്ഷൻസ് എല്ലാം, ലൈറ്റ്, സീറ്റ് കണ്ട, വെന്റിലേഷൻസ്. ബാക്കിലത്തെ സീറ്റിനകത്തും വെന്റിലേഷൻ ഉണ്ട് കേട്ടോ. അത് ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടും ഉണ്ട്. ഓക്കെ, ബാക്കിലത്തെ സീറ്റിൽ വെറും ഹീറ്റിംഗ് മാത്രം. ഇവിടെ അതായത് ബാക്കി 2 റോയിലും വെന്റിലേഷൻ ഉണ്ട്, ഹീറ്റിംഗും ഉണ്ട്, രണ്ടും ഉണ്ട്. ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സ്, ഷെഡ്യൂൾസ്, സർവീസ്, സോഫ്റ്റ്വെയർ, പിന്നെ ഡോഗ് മോഡ്, അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പോകുന്നില്ല. ഈ ആംബിയൻ ലൈറ്റിംഗ് നോക്കിയാൽ ഡാഷ് ബോർഡിലും ഭയങ്കര മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫാബ്രിക് മെറ്റീരിയൽ നോക്കിയാൽ നൈസ്. അതുപോലെ ലെതർ, ഇതൊക്കെ വളരെ നൈസാണ്. അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ വാഹനത്തിനകത്ത് ഇല്ല അല്ലേ? അതും ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സെൻട്രൽ കൺസോൾ കൂടി വളരെ പെട്ടെന്നൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇത് ക്ലോസർ ആയിട്ടാണ് നമുക്ക് ആക്ച്വലി തോന്നുന്നത്. പക്ഷേ നീക്കി കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഇതിന് താഴ്ഭാഗത്തുണ്ട്. നോക്കിയാൽ ഇത്രയുണ്ട്. എൻ്റെ കൈ ഇത്രയും അതിനകത്ത് കൊള്ളും, ഇവിടെ മുതൽ ഇവിടം വരെ കേട്ടോ. ആണോ, നല്ല ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒരു സ്പേസ്. ഇനി ഈ ഒരു ഭാഗം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് ഓപ്പണിംഗ് മാനുവൽ ആണെങ്കിലും ക്ലോസിങ് ഓട്ടോമാറ്റിക് നടക്കും രണ്ടിന്. ഇൻട്രസ്റ്റിംഗ്. ആംബ്രസ്റ്റ് കാണാം. ആംബ്രസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് ആണ്.
ഇത് ചെറിയതാണ്, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇനി ഇവിടെ വയർലെസ് ചാർജിങ് പോർട്ട് കാണാം. ഭയങ്കര പ്രീമിയം ആണ് എല്ലതും. അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇതൊക്കെ ലെതർ റാപ്പിഡ് ആണ്. ഇതിനകത്തൊരു വെൽവെറ്റ് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. വിസിബിലിറ്റി നല്ലതാണ്. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റിന് റിയർ വ്യൂ മിറർ കാണാം. സോ ടോട്ടലി സൂപ്പർ അല്ലേ, നല്ല രസമുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടേംസ് പറയാം. 0 to 100 5 സെക്കൻഡ് കൊണ്ട് ഇത് അച്ചീവ് ചെയ്യും. 84 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത് എന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. നിലവിൽ അവരത് അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 681 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ യാത്ര ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ അവർ ഹോം ചാർജറും ഫാസ്റ്റ് ചാർജറും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം അതിന് മുമ്പ് ഇതിൻ്റെ ട്രങ്ക് സ്പേസ് കൂടി ഒന്ന് കാണിക്കാം. ട്രങ്ക് സ്പേസിൻ്റെ ഓപ്പണിങ് ഇവിടെ നിന്നാണ്. ഓപ്പൺ ട്രങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഫ്രങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബാഗ് കൊണ്ട് വന്നിട്ടുണ്ട്. ഓപ്പണിങ് അകത്തുനിന്ന് പറഞ്ഞു ജസ്റ്റ് ഹൈഡ്രോളിക് സ്ട്രെട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി പാക്ഡ് ആണ്. സോ ഇതൊരു ക്യാബിൻ ബാഗ്, പൈലറ്റ് കേസ് പോലെ കേട്ടോ. ജസ്റ്റ് പ്രയാസം കൊള്ളുന്നതാണ്. ശരിക്കും 2500ഓളം സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹാൻഡ് ബാഗ് കൂടി കൊള്ളും. ബട്ട് മോസ്റ്റ്ലി ഫോർ ചാർജിങ് കേബിൾ അത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. നൈസ് അല്ല സംഭവം. ഞാനിത് പുറത്തെടുത്തിട്ട് ഇത് അടക്കാം. ഇനി വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരിക്കും. ഇത് കിട്ടാതെ എത്തി എത്ര പൈസക്ക് കിട്ടും എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ എത്ര കിട്ടും? 61,99,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഇൻട്രോഡക്ടറി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലെങ്കിൽ ബേസിക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓർഡർ പ്രൈസ് അതിനോട് കുറച്ചുകൂടി കൂടുതൽ വരും എന്നുള്ളതാണ്. സോ കണ്ട സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.